ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം ചന്ദ്രമതിയെ കാണാനായി ഭാമ വീട്ടിലെത്തുന്നുണ്ട്. താൻ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ക്ഷീണത്തോടെ ചന്ദ്ര അങ്ങോട്ട് വരുമ്പോഴേക്കും, നീ എന്താ ഉറക്കത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയോ? അങ്ങനത്തെ വല്ല അസുഖവുമുണ്ടോ നിനക്ക്? നീ നന്നായി ഭക്ഷണം ഉണ്ടാക്കുമെന്നൊക്കെ എനിക്കറിയാം. പല പ്രാവശ്യം ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും നീ ഉണ്ടാക്കിയ ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ എന്താ സ്പെഷ്യലായി ഉണ്ടാക്കിയതെന്ന് ഭാമ ചോദിക്കുമ്പോഴേക്കും, നീ എൻ്റെ തലവേദന കൂട്ടല്ലേ, എല്ലാം എൻ്റെ തലവിധിയെന്നോർത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും, നിന്റെ തലവിധി മാറാൻ ഇപ്പോൾ എന്താ ഉണ്ടായതെന്ന് ഭാമയും ചോദിക്കുന്നുണ്ട്. ആ പൂക്കെട്ടുന്നവൾ എന്നീ വീട്ടിൽ കാലെടുത്തു വെച്ചോ അന്ന് തൊട്ട് എൻ്റെ തലവിധിയും മാറി. അവൾ സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ട്. ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയുമില്ല എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും, എന്താ ചന്ദ്ര ഇത്? ഒരു മരുമക്കളുള്ള വീട്ടിൽ തന്നെ അമ്മായിമ്മമാരെ കാലിന്മേ കാലും കയറ്റി വെച്ചാ ഇരിക്കുന്നത്. 3 മരുമക്കളുള്ള നിന്റെ സ്ഥിതി കഷ്ടത്തിലാണല്ലോ എന്ന് ഭാമയും ചോദിക്കുന്നുണ്ട്. 3 മരുമക്കളുണ്ടെന്നുള്ളത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. ആ പൂക്കെട്ടുന്നവളെ എന്നെ അനുസരിക്കുകയേയില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ, അപ്പോൾ ശ്രീകാന്തിൻ്റെ ഭാര്യയൊന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അവൾ എപ്പോൾ വരുമെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ എനിക്കൊരു അറിവുമില്ല. അവളും ഞാൻ പറയുന്നതൊന്നും കേൾക്കാറില്ല. അവളുടെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്. പിന്നെ ശ്രുതി മാത്രമേ ഞാൻ പറയുന്നതിന് കുറച്ചെങ്കിലും വില കൽപ്പിക്കുകയുള്ളൂ എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട്, അതങ്ങനെയല്ലേ വരൂ, ഞാൻ കൊണ്ടുവന്ന മരുമകളല്ലേ ശ്രുതി. ആ മര്യാദ അവൾ കാണിക്കാതിരിക്കോ? അവൾ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാറില്ലെന്നും ഭാമ ചോദിക്കുന്നുണ്ട്. അവൾ ജോലിക്ക് പോകുന്നതല്ലേ. ശ്രുതിയെയും വർഷയെയും ഓർത്ത് എനിക്കൊരു ടെൻഷനുമില്ല. അവർ രണ്ടുപേരും കൈ നിറയെ കാശു സമ്പാദിക്കുന്നുണ്ടല്ലോ. ആ രേവതി അങ്ങനെയല്ല. അവൾ രാവിലെ പോയാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനേ വരൂ. പിന്നെയും പൂ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു പോയി വിളക്ക് വച്ച് കഴിഞ്ഞാലേ വീട്ടിൽ കയറത്തുള്ളൂ എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും, അങ്ങനെയാണോ? വീട്ടിലെ എല്ലാ ജോലികളും നീ തന്നെയാണോ ചെയ്യാറെന്ന് ഭാമയും ചോദിക്കുന്നുണ്ട്. എല്ലാ ജോലിയും ചെയ്യുകയല്ലാതെ വേറെന്താ വഴി? എല്ലാവർക്കും ആഹാരം കഴിക്കണ്ടേ? രേവതി ഇവിടെ തന്നെ കട നടത്തിയിരുന്ന സമയത്ത് വീട്ടുജോലികളും ചെയ്തിരുന്നു, പൂ വിൽക്കാനും പോയിരുന്നു. കോർപ്പറേഷനിൽ വിളിച്ചു പറഞ്ഞ് അവളുടെ കട പൂട്ടിച്ച എനിക്ക് തന്നെ പണി കിട്ടി എന്ന് ചന്ദ്ര അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് കേട്ട് അമ്പരപ്പോടെ, അപ്പോൾ കോർപ്പറേഷനിൽ വിളിച്ചു പറഞ്ഞ് രേവതിയുടെ കട പൂട്ടിച്ചത് നീയാണല്ലേ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. എന്നാലും എന്നോട് നീ ഈ കാര്യം മറച്ചു വെച്ചില്ലേ? പാവം രേവതിയുടെ കട പൂട്ടിച്ച് ഇങ്ങനെ ദുഷ്ടത്തരം ചെയ്യണമായിരുന്നു എന്നൊക്കെ ഭാമ ചോദിക്കുമ്പോൾ, ചന്ദ്ര ടെൻഷനോടെ, പുറത്തു പോയവരെല്ലാം വരാൻ സമയമായി തുടങ്ങി. അറിയാതെ എൻ്റെ വായിന്ന് ഈ കാര്യം വീണുപോയതാ. നീ ആരോടും ഈ കാര്യം പറയരുത് എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. എന്നാലും നീ ഈ ചെയ്തത് ശരിയായില്ല എന്ന് ഭാമയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു സ്ത്രീ പൂ വാങ്ങിക്കാനായി അങ്ങോട്ട് വരുന്നുണ്ട്. പുറത്തൊരു പൂക്കടയുണ്ടായിരുന്നല്ലോ എന്ന് അവർ ചോദിക്കുമ്പോഴേക്കും, അതൊന്നും ഇപ്പോഴില്ലെന്ന് ചന്ദ്രമതിയും പറയുന്നുണ്ട്. പൂ കെട്ടുന്ന രേവതി ഇപ്പോൾ വീട്ടിലില്ലെന്ന് ഭാമ കൂടി പറയുമ്പോൾ, അവളുടെ നമ്പർ തരുവാണെങ്കിൽ താൻ ഫോൺ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചോളാമെന്ന് ആ സ്ത്രീയും പറയുന്നുണ്ട്. നമ്പറൊന്നും എൻ്റെ അടുത്തില്ല, നിങ്ങൾ പോവാൻ നോക്കുന്ന ചന്ദ്രമതി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും, ഒരു ഫോൺ നമ്പറല്ലേ ചോദിച്ചുള്ളൂ, അതിനെ ഇത്ര ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു? പൂ വാങ്ങിക്കാനായി വരുന്ന കസ്റ്റമറോട് ഇങ്ങനെയൊക്കെ പറയാമോന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഒരു വലിയ കസ്റ്റമർ നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ അവളുടെ കച്ചവടം എങ്ങനെ നടക്കും? വെറുതെയല്ല, പൂകെട്ടി ഇത്ര വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അഹങ്കാരമാവും നിങ്ങൾക്ക് എന്നവൾ പറയുമ്പോഴേക്കും, എന്താ നീ പറഞ്ഞത്? പൂകെട്ടി വിറ്റുണ്ടാക്കിയ വീടാണെന്നോ? ഇത് എൻ്റെ അച്ഛൻ എനിക്കായി ഉണ്ടാക്കി തന്ന വീടാ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ ചെല്ലുമ്പോഴേക്കും ആ സ്ത്രീ എവിടെ നിന്ന് പോകുന്നുണ്ടേ. അപ്പോഴേക്കും ഭാമ പുറകെ വന്ന് ചന്ദ്രയെ പിടിച്ചു വലിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നീ എന്താ അവളോട് വഴക്കുണ്ടാക്കാൻ പോവുകയാണോ എന്ന് ഭാമ ചോദിക്കുമ്പോഴേക്കും, അവൾ പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ എന്ന് ചന്ദ്രയും ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ രേവതിയുടെ നമ്പർ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്ന് ഭാമ ചോദിക്കുമ്പോഴേക്കും, ഇങ്ങനെ പോകുന്നവരുടെയും വരുന്നവരുടെയും മുമ്പിൽ അപമാനിക്കപ്പെടാനാ എൻ്റെ വിധി. എല്ലാം ആ പൂക്കാരി പെണ്ണിനെ കൊണ്ടാ. ഇന്നവളിങ്ങോട്ട് വരട്ടെ, ഞാൻ അവൾക്ക് വെച്ചിട്ടുണ്ട് എന്ന് ചന്ദ്ര ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പൂ വിൽപ്പനയെല്ലാം കഴിഞ്ഞ് തൻ്റെ സ്കൂട്ടിയിൽ രേവതിയും പുറകെ തന്നെ ഒരു ഓട്ടോയിൽ ശ്രുതിയും അങ്ങോട്ടെത്തുന്നുണ്ട്. പിന്നീട് ചന്ദ്ര ഉണ്ടാക്കി കൊടുത്ത കാപ്പിയൊക്കെ കുടിച്ചിരിക്കുന്ന ഭാമയാണ് കാണിക്കുന്നത്. കൊള്ളാം, കാപ്പി നന്നായിട്ടുണ്ട്, പക്ഷേ രേവതി ഉണ്ടാക്കുന്ന അത്രയും വരില്ല എന്ന് ഭാമ പറയുമ്പോഴേക്കും, എന്നാ നീ അവളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി നല്ല കാപ്പി ഉണ്ടാക്കി കുടിക്കുന്ന ചന്ദ്രയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്.
വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. കണ്ടവളുമാരൊക്കെ വന്നു പോയിട്ട് എന്നെ തെറി വിളിച്ചോണ്ടിരിക്കുക. രേവതി ഇന്നിങ്ങോട്ട് വരട്ടെ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ദേഷ്യത്തോടെ രേവതിയും കാത്തിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ശ്രുതിയും രേവതിയും കൂടി അങ്ങോട്ടെത്തുന്നത്. ചന്ദ്ര അവരെ അകത്തു കയറാൻ സമ്മതിക്കാതെ, നിൽക്കടി അവിടെ, നീ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? നീ ഓരോന്ന് കരുതിക്കൂട്ടി ചെയ്യുകയാണല്ലേ എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും, ആന്റി അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് ശ്രുതിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. നിന്നോടല്ല മോളെ, നീ ഉള്ളിലേക്ക് കയറി വാ എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും ശ്രുതി അകത്തേക്കായി കയറുന്നുണ്ട്. രേവതി എപ്പോഴും വാതിലിനടുത്ത് തന്നെ നിൽക്കുകയാണ്. ഞാൻ നിനക്ക് ആരാടിന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതെന്താ അമ്മേ പുതിയൊരു ചോദ്യമെന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. രേവതിയെ പുറത്തു തന്നെ നിർത്തി സംസാരിക്കണ കണ്ട് ഭാമയും പറയുന്നുണ്ട്, എന്താണെങ്കിലും അവളെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കേ. നീ മിണ്ടാതിരിക്കുന്ന ഭാമയോടായി പറഞ്ഞിട്ട് ഞാൻ നിനക്ക് ആരാണെന്ന് ചന്ദ്ര വീണ്ടും രേവതിയോടായി ചോദിക്കുന്നുണ്ട്. എൻ്റെ അമ്മായിയമ്മ എന്ന് രേവതി പറയുമ്പോഴേക്കും, അത് നിനക്കറിയാല്ലേ, നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ നിനക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും, ഞാൻ എന്തിനാ എല്ലാവരോടും അങ്ങനെ പറയുന്നതെന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. നീ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിന്നെ തിരഞ്ഞു വരുന്നവരെല്ലാം എന്നോട് ചോദിക്കേണ്ട കാര്യമെന്താ? നിന്റെ ഫോൺ നമ്പറും ചോദിച്ചുകൊണ്ട് അവരെന്റെ നേരെ തട്ടിക്കയറുക എന്ന് ചന്ദ്ര ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും, ചോദിച്ച ആ നമ്പർ കൊടുക്കണ്ടേന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട്, എന്താടി നിനക്ക് തിമിരമുണ്ടോ? ഞാൻ എന്താ നിന്റെ അസിസ്റ്റന്റ് ആണോ? നിന്റെ മൊബൈൽ നമ്പർ ഞാൻ എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും, അപ്പോ എൻ്റെ നമ്പർ കൂടി നിങ്ങളുടെ കയ്യിലില്ലല്ലേന്ന് രേവതി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. പിന്നെ നീ വലിയ മന്ത്രിയാണല്ലോ, നിന്റെ നമ്പർ ഞാൻ എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് ചന്ദ്രയും ചോദിക്കുന്നുണ്ട്. അത് ശരിയാ, നിങ്ങളുടെ അടുത്ത് ശ്രുതിയുടെയും വർഷയുടെയും നമ്പറൊക്കെ ഉണ്ടാവും. എൻ്റെ നമ്പർ എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നതല്ലേ? ഞാൻ പാവപ്പെട്ട വീട്ടിലെ പെണ്ണല്ലേ, എൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് എന്തിനാ അല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴേക്കും, മതി മതി, നിന്റെ ഇല്ലാപ്പാട്ടൊക്കെ നിർത്തിക്കോ. ഇങ്ങനെ ഇല്ലാപ്പാട്ട് പറഞ്ഞാണല്ലോ നീ എല്ലാവരെയും കയ്യിലെടുത്തത്. നീ എങ്ങനെയുള്ളവളാണെന്നും എന്തൊക്കെ ചിന്തിക്കുമെന്നും എനിക്ക് നന്നായി അറിയാം എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും, എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ പിന്നെ എന്നെ ഇവിടെ നിർത്തി ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട്, കണ്ടില്ലേ ഭാമ അവളുടെ അഹങ്കാരം, ഈ വായാണ് ഇവളുടെ ആയുധം. ഈ വീട്ടിൽ വന്ന് തിന്ന് അവളുടെ വായ്ക്ക് നല്ല നീളം വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവനെ പോലെ തന്നെ അവളും നന്നായി വായിട്ടലയ്ക്കുന്നുണ്ട് എന്ന് ചന്ദ്രയും പറയുന്നുണ്ട്. ഇത് കേട്ട്, നിങ്ങൾ തന്നെയല്ലേ ആന്റി പറഞ്ഞിട്ടുള്ളത് ചക്കിക്കൊത്ത ചങ്കരെന്ന് എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും, ഞാൻ ചീത്ത രീതിയിൽ പറഞ്ഞത് നീ മാറ്റി പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ഭാമ നിന്നോട് ഇവളൊരു തന്ത്രക്കാരിയാണെന്ന് എന്ന് ചന്ദ്ര ഭാമയോടായി പറയുമ്പോഴേക്കും, അമ്മേ എൻ്റെ നമ്പർ ഇവിടെ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കാം, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അതെടുത്തു കൊടുത്താൽ മതി എന്ന് രേവതി പറയുമ്പോഴേക്കും, നീ എന്താടി നീ ജോലിക്ക് വെച്ച ആളെ പോലെ എന്നോട് ഓർഡർ ചെയ്യുന്നത്? ഞാൻ പറയുന്നത് നീ കേൾക്ക്, ഇനി മുതൽ നീ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും, അത് എൻ്റെ ഭർത്താവ് പറയട്ടെ എന്ന് രേവതിയും. ഇത് കേൾക്കുമ്പോൾ അമ്പരപ്പോടെ ഒരു നിമിഷം നിന്നിട്ട്, അവനെങ്ങനെ പറയാനാ? അവൻ എന്തു ചെയ്യണമെന്നും പറയണമെന്നും നീയല്ലേ അവനെ പഠിപ്പിക്കുന്നത്, ആ ധൈര്യമല്ലേ നിനക്ക് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും രേവതിയും ദേഷ്യത്തോടെ ചന്ദ്രയെ തന്നെ നോക്കി നിൽപ്പുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് ചന്ദ്രയോട്, അവൾക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ ചെയ്യുന്നത്, അതിലവൾ പേരും പ്രശസ്തിയും നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും, അത് ശരിയാ, ഇവൾക്ക് പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇവൾ പണിക്ക് പോകുന്നോണ്ട് ഈ വീട്ടിലെ എല്ലാ ജോലിയും ഇപ്പോൾ എന്നെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഇതില് എൻ്റെ തെറ്റുമുണ്ട്. ഞാൻ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, അത് ഇവർക്കെല്ലാം ഒരു വളവുമായി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയോടായി പറയുന്നുണ്ട്, നാളെ തൊട്ട് ഞാനും നിന്റെ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതി ആകെ നെട്ടിത്തരിച്ചു നിൽക്കുന്നുണ്ട്. ആന്റി എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് വരുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും, പാർലർ എൻ്റെ പേരിലല്ലെങ്കിലും അതിൻ്റെ ഓണർ നീയല്ലേ, നീ അങ്ങനെ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കഷ്ടപ്പെടണ്ട, ഞാൻ കൂടി വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് ചന്ദ്ര പറയുമ്പോൾ, ആന്റിക്ക് അവിടെ വന്ന ബോറടിക്കും, അവിടെ അത്ര വലിയ ജോലിയൊന്നുമില്ലെന്ന് ശ്രുതി പറയുമ്പോഴേക്കും, എന്നാൽ താൻ ശ്രുതിയുടെ ഷോറൂമിലേക്ക് പോയി അവിടെ കൗണ്ടറിൽ ഇരുന്നോളാമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേട്ട്, പണം വാങ്ങി പെട്ടിയിലിടുന്ന ജോലിയാണോ ചെയ്യാൻ പോണേന്ന് ഭാമ ചോദിക്കുമ്പോഴേക്കും, വേറെ എന്ത് ചെയ്യാനാ, കണ്ടവളുമാരെല്ലാം വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് രേവതിയെ നോക്കുമ്പോഴേക്കും രേവതിയും ദേഷ്യത്തോടെ ചന്ദ്രയെ നോക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ, ആന്റി എന്തിനാ വല്ലവരുടെ അടുത്ത് പോയി ജോലി ചെയ്യുന്നത്, ആന്റിയുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ജോലി ചെയ്തൂടെ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും, അതിന് കഴിവ് എന്നൊരു സാധനം വേണ്ടേ എന്ന് ഭാമയും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്ര ദേഷ്യത്തോടെ ഭാമയെ നോക്കുമ്പോഴേക്കും, നിനക്ക് എന്ത് കഴിവാ ഉള്ളതെന്ന് ഭാമയും ചോദിക്കുന്നുണ്ട്.
ആൻറ്റി പണ്ട് നന്നായി ഭരതനാട്യം കളിച്ചിരുന്നില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും അത് ശരിയാ, ഡാൻസ് കളിക്കുമെന്നൊക്കെ ചന്ദ്ര പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചാൽ ആര് കാണാനാന്ന് ഭാമയും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതെന്താ ഞാൻ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചാൽ ആളുകൾ കാണാൻ വരില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻറ്റിക്ക് സ്വന്തമായി ഒരു ഭരതനാട്യം സ്കൂൾ തുടങ്ങിക്കൂടെ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ശ്രുതി ആ ഐഡിയ പറയുമ്പോഴേക്കും ആകെ ഷോക്കായി പോകുന്ന ചന്ദ്രമതി ഡാൻസ് സ്കൂൾ എന്നും പറഞ്ഞുകൊണ്ട് ആലോചനയോടെ നടക്കുന്നുണ്ട്. അവരുടെ മാറ്റം കാണുന്ന ശ്രുതി വീണ്ടും അവർക്ക് പ്രചോദനമേകുന്നുണ്ട്. ചന്ദ്രമതി ഡാൻസ് സ്കൂൾ എന്ന പേരിലൊരു ഭരതനാട്യം സ്കൂൾ തുടങ്ങാം. നിങ്ങളുടെ അടുത്ത് ഡാൻസ് പഠിക്കാനായി കുറെ ആളുകൾ വരും. അത് ആൻറ്റിക്ക് നല്ലൊരു വരുമാന മാർഗവുമാവും എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ഇതൊരു നല്ല ഐഡിയ ആണെന്ന് ഭാമയും പറയുന്നുണ്ട്. ചന്ദ്രമതിയും ഇത് കേൾക്കുന്നതോടെ ഡാൻസ് സ്കൂൾ എന്ന ആഗ്രഹം മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. ചന്ദ്രമതി ഓരോന്നോർത്തോണ്ട് പക്ഷേ അതിനു പറ്റിയ ഒരു സ്ഥലമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിന് എൻ്റെ വീടില്ലേ, അവിടെ സ്കൂൾ തുടങ്ങ് എന്ന് ഭാമ പറയുമ്പോഴേക്കും സത്യമാണോ പറഞ്ഞത്, നിന്റെ വീട്ടിലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും നിനക്ക് ഞാൻ എൻ്റെ വീട് തരാതിരിക്കോ, പക്ഷേ മാസം വാടക തരണം എന്ന് ഭാമയും പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി സ്ഥലം ഏതായാലും ഭാമാൻറ്റി തരാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് മതിയാവും. പിന്നെ ആൻറ്റി ഭരതനാട്യ വേഷമണിഞ്ഞ് 2-3 നല്ല ഫോട്ടോസ് എടുത്തു വെക്കണം. ആ ഫോട്ടോ വെച്ച് കുറെ ഫ്ലക്സും പോസ്റ്ററും എല്ലാം ഉണ്ടാക്കണം. സോഷ്യൽ മീഡിയയിലും അത് പോസ്റ്റ് ചെയ്താൽ അത് കണ്ട് കുറെ ആളുകൾ ഡാൻസ് പഠിക്കാനായി വരും എന്നൊക്കെ ശ്രുതി സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അപ്പോൾ ഡാൻസ് സ്കൂൾ തുടങ്ങാമല്ലേ എന്ന് ചന്ദ്രയും ചോദിക്കുന്നുണ്ട്. തുടങ്ങാം ആൻറ്റി, എൻ്റെ പരിചയത്തിലുള്ള ഒരു ഫ്രണ്ടിന് ഡ്രസ് കടയുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ അവളെ വിളിച്ചിട്ട് ആൻറ്റിക്ക് പറ്റുന്ന കോസ്റ്റ്യൂം എല്ലാം റെഡിയാക്കി കൊണ്ടുവരാൻ പറയാം. നമുക്ക് ഉടനെ തന്നെ ഫോട്ടോ എടുക്കണം, പിന്നെ സ്കൂൾ ആരംഭിക്കുകയും വേണം. കുറച്ചു മാസം കൊണ്ട് തന്നെ ചന്ദ്രമതി ഡാൻസ് സ്കൂൾ ചന്ദ്രമതി ഡാൻസ് അക്കാദമി എന്ന ഒരു വലിയ സ്ഥാപനമായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്തേക്ക് പോകുന്നുണ്ട്. രേവതി എപ്പോഴും അകത്തേക്ക് കയറാതെ പുറത്തു തന്നെ നിൽക്കുകയാണ്. ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തോണ്ട് ചന്ദ്ര സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു. സ്ഥലകാല ബോധമില്ലാതെ നിൽക്കുന്ന ചന്ദ്രയെ തോണ്ടിക്കൊണ്ട് ഭാമ പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി പറഞ്ഞ പോലെ അധികം വൈകാതെ തന്നെ നീ വലിയൊരു ബിസിനസ് വുമണായി മാറും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും മതിമറന്ന് സ്വപ്നം കാണാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തു തന്നെ നിൽക്കുന്ന രേവതി ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും താൻ ഉള്ളിലേക്ക് കയറിക്കോട്ടെ എന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാ നീ അതുപോലെ തന്നെ കേൾക്കുമോ, ഉള്ളിലേക്ക് കയറാൻ നോക്കെന്ന് ചന്ദ്രയും. രേവതി അകത്തേക്ക് കയറുമ്പോഴേക്കും ഭാമയും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ. ചന്ദ്രമതി അപ്പോഴേക്കും പരിസര ബോധമില്ലാതെ തൻ്റെ ഡാൻസ് സ്കൂളിനെ പറ്റി ആലോചിച്ചുകൊണ്ട് മതിമറന്നിരിപ്പാണേ. പിന്നീട് ചന്ദ്രയ്ക്ക് ജ്യൂസുമായി വരുന്ന രേവതിയാണ് കാണുന്നത്. ചന്ദ്ര തൻ്റെ റൂമിനകത്തായിരുന്നു. ജ്യൂസ് ചോദിച്ചിരുന്നെന്നും ഉള്ളിലേക്ക് കൊണ്ടു കൊടുക്കട്ടെ എന്നും രേവതി ചോദിക്കുമ്പോഴേക്കും തൽക്കാലം ജ്യൂസ് അവിടെ വെച്ചിട്ട് ഈ ഫർണിച്ചർ എല്ലാം ഒന്ന് മാറ്റിയിടാൻ തന്നെ സഹായിക്കാമോ എന്ന് ശ്രുതി രേവതിയോടായി ചോദിക്കുന്നുണ്ട്. രേവതി ജ്യൂസ് ഒരിടത്ത് വെച്ചിട്ട് ശ്രുതിയെ സഹായിക്കുമ്പോഴേക്കും രവിയും അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെല്ലാം എന്തിനാ മാറ്റിയിടുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ആൻറ്റി വരാൻ പോകുന്ന അങ്കിളെ എന്ന് ശ്രുതിയും. അവളെന്താ ഇപ്പോൾ ആദ്യമായിട്ടാണോ വരാൻ പോകുന്നതെന്ന് രവി ചോദിക്കുമ്പോഴേക്കും പുതിയ ഗെറ്റപ്പിലാ വരുന്നതെന്ന് ശ്രുതി. ഇത് കേട്ട് സംശയത്തോടെ ഗെറ്റപ്പിലോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഭരതനാട്യം കളിക്കുമ്പോൾ ഒരു ഡ്രസ്സ് ഇടാറില്ലേ, ആ ഭരതനാട്യം ഡ്രസ്സിലാ ആൻറ്റി വരാൻ പോകുന്നതെന്ന് രേവതിയും പറയുന്നുണ്ട്. ചന്ദ്രയോ എന്തിനെ, അവൾ ഈ വീട്ടിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ പോവുകയാണോ എന്ന് രവി ചോദിക്കുമ്പോഴേക്കും അതിനു വേണ്ടിയല്ല, അമ്മ പുതിയ ഭരതനാട്യം സ്കൂൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് രേവതി പറയുമ്പോഴേക്കും ക്ലാസ് എടുക്കാൻ തുടങ്ങുകയോ ഇവിടെയാണോ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇവിടെയല്ല, ഭാമാൻറ്റിയുടെ വീട്ടിൽ അവർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പരസ്യം കൊടുക്കാൻ വേണ്ടി ഫോട്ടോയൊക്കെ എടുക്കണ്ടേ, അതിനുവേണ്ടി അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുക. കുറെ സമയമായി ഉള്ളിൽ കയറി കഥ കടച്ചിട്ട് എന്ന് രേവതി പറയുമ്പോഴേക്കും അതിനൊക്കെ കുറച്ച് സമയം വേണം. എന്തായാലും ആൻറ്റി ഇപ്പോൾ തന്നെ റെഡി ആയിട്ടിറങ്ങും. എല്ലാവരും കാത്തിരുന്നു ആൻറ്റിയുടെ ആ കാഴ്ച കാണാൻ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ അങ്ങനൊരു വിധി കൂടിയുണ്ടെങ്കിൽ ആർക്കും തടയാൻ പറ്റില്ലല്ലോ എന്ന് രവീന്ദ്രനും. അപ്പോഴേക്കും അങ്ങോട്ട് ഓടിപ്പിടിച്ച് സച്ചിയും എത്തുന്നുണ്ട്. വന്ന ഉടനെ തന്നെ രേവതിയോടായി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി നിനക്ക് സുഖമില്ലെന്ന്. തനിക്കൊരു കുഴപ്പമില്ലെന്ന് രേവതി പറയുമ്പോഴേക്കും അച്ഛൻ എന്തെങ്കിലും വയ്യായികയുണ്ടോ എന്ന് രവീന്ദ്രനോടായി സച്ചി ചോദിക്കുന്നുണ്ട്. തനിക്കൊന്നുമില്ലെന്നും താൻ നന്നായിരിക്കുന്നുവെന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെന്നും രവി ചോദിക്കുമ്പോൾ അപ്പോൾ ഫോൺ വിളിച്ചിട്ട് നീ വേഗം വരണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് സച്ചി രേവതിയോടായി ചോദിക്കുന്നുണ്ട്. ആൻറ്റി പറഞ്ഞിട്ടാണ് താൻ വിളിച്ചതെന്നും അവർ വന്നിട്ട് കാര്യം പറയുമെന്നും രേവതി പറയുമ്പോൾ
അമ്മ പറയുമെന്നോ? എവിടെ അവരെന്ന് സച്ചിയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രവി സച്ചിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചി, കാലം ചില വിഷയങ്ങളെ നമ്മുടെ കൺമുൻപിൽ നടത്തി. അത് കണ്ടേ മതിയാവൂ എന്നുള്ളൊരു വിധി ഉണ്ടാവും. അതാണ് കാലത്തിന്റെ വിധി. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ രവി പറയുമ്പോഴേക്കും, എന്താ അച്ഛന് പറ്റിയത്? ഇങ്ങനെയെല്ലാം പറയാൻ മാത്രം എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും, വെയിറ്റ് ചെയ്ത് കാണ്, നിനക്ക് തന്നെ മനസ്സിലാവും എന്ന് രവി പറയുമ്പോഴേക്കും വർഷയും ധൃതിയിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. ധൃതി, എന്തു പറ്റി? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വിളിച്ചിട്ട് ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞത് എന്തിനായെന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും, ആന്റി പറഞ്ഞിട്ടാണ് താൻ വിളിച്ചതെന്നും ആന്റി വന്ന് എല്ലാം പറയുമെന്നും ശ്രുതി പറയുമ്പോഴേക്കും, അവരെവിടെയെന്ന് വർഷയും ചോദിക്കുന്നുണ്ട്. ഉള്ളിൽ പെയിന്റ് അടിക്കാൻ പോയിരിക്കുകയാണെന്നും ഉടനെ വരുമെന്നും രവി പറയുമ്പോൾ, നമ്മുടെ വീട്ടിൽ പെയിന്റ് അടിച്ചിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ എന്ന് സച്ചി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും, വീട്ടിന് പെയിന്റ് അല്ലടാ, നിന്റെ അമ്മയ്ക്കാണ് പെയിന്റ് അടിക്കുന്നതെന്ന് രവിയും. അമ്മയ്ക്കോ? എന്തൊക്കെയാ അച്ഛ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സച്ചി പറയുമ്പോഴേക്കും, കുറച്ച് സമയം കൊണ്ട് എല്ലാം മനസ്സിലാവുമെന്ന് രവിയും പറയുന്നുണ്ട്. വർഷ അപ്പോഴേക്കും രേവതിയോടായി, രേവതി ചേച്ചി, നിങ്ങളെങ്കിലും ഒന്ന് പറ എന്ന് പറയുന്നുണ്ട്. പറയുന്നതിനേക്കാൾ അത് കണ്ടു തന്നെ അറിയണം എന്ന് രേവതി പറയുമ്പോഴേക്കും ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് ശ്രീകാന്തും അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ട്, വർഷേ, നീയും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇതെന്താ പാർസലും വാങ്ങി വന്നേക്കുന്നതെന്ന് വർഷയും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഫുഡ് പാർസലായി വാങ്ങിയിട്ട് വരാൻ അമ്മയാണ് പറഞ്ഞതെന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും, ഇന്ന് നീ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല രേവതി എന്ന് സച്ചിയും ചോദിക്കുന്നുണ്ട്. താൻ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും ആന്റി അത് വേണ്ടാന്ന് പറഞ്ഞെന്ന് രേവതിയും പറയുന്നുണ്ട്. എന്താ ഇന്ന് വിശേഷം? അമ്മ എല്ലാവർക്കും ഫുഡ് വാങ്ങിയിട്ട് വരാനായി പറഞ്ഞല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും, ഞങ്ങളും അമ്മയെ കാണാനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നീയും ആ ലൈനിൽ കയറി നിൽക്കെന്ന് സച്ചി ശ്രീകാന്തിനോടായി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ശ്രീകാന്തേ, എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് വർഷയും പറയുന്നുണ്ട്. എന്ത് സർപ്രൈസ് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും, ചന്ദ്രയുടെ അടഞ്ഞുകിടക്കുന്ന റൂമിൽ നിന്നും ചിലങ്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. ചന്ദ്രയുടെ ഡാൻസ് സ്കൂളിൻ്റെ വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.